യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ സേതുട്ട ഇത്? എന്താ അവിവേകം സേതുണ്ണി കാണിച്ചത്? സേതുട്ട എന്ത് മണ്ടത്തിലോ സേതുട്ടനെ ചെയ്തത്? എന്തിനാ ചെയ്യാത്ത കുറ്റം സ്വയം ഏറ്റെടുക്കാൻ പോയത്? ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തില്ലെങ്കിൽ ഭാവനയും എസ് പി സാർ കസ്റ്റഡിയിലെടുക്കും. വേറെ പല കേസിൽ ഇവിടെ തലയിൽ കെട്ടിവെക്കും. എസ് പി എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാ ഞാൻ ആ ധ്രുവനെ കൊന്നെന്ന് പറഞ്ഞു. ഇനിയെങ്കിലും ഈ കേസിൽ അവസാനം ഉണ്ടാവണം മോളെ. ഇല്ലെങ്കിൽ പിന്നെ ദിവസവും നമ്മുടെ വീട്ടിൽ പോലീസ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാർക്ക് കാഴ്ചയായി തന്നെ മാറും. അതിന് സേതുവേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമായിരുന്നോ? ഏട്ടാ, എന്തുണ്ടെങ്കിലും എന്നോടൊന്നും ചോദിക്കായിരുന്നില്ലേ? ഇതിപ്പോ ആകെ പ്രശ്നമാണ് സേതുവേട്ട. വീട്ടിൽ ഇപ്പൊ തന്നെ മായേച്ചിയും ആന്റിയും ഒക്കെ ആകെ വിഷമത്തില്. ഭാനുവും ഞാനും കൂടി ചെയ്ത തെറ്റിന് സേതുവേട്ടൻ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. ഏട്ടാ, ഞാൻ അതിന് അനുവദിക്കില്ല. എന്താ മോളെ ഇത്? ഞാനൊരാണാ. ഈ കേസ് ഞാൻ ശിക്ഷിക്കപ്പെട്ടാലും ഞാൻ അന്തസ്സോടെ പറയും, എന്റെ പെങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവനെ കൊന്നതിന്റെ പേരിൽ എനിക്ക് ശിക്ഷ കിട്ടിയ. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ലോ മോളെ. പെൺകുട്ടികൾക്ക് നിരപ്പോ പോലീസ് കേസ് ഉണ്ടായാലും അത് ആ കുടുംബത്തിന്റെ അഭിമാനം തന്നെ നഷ്ടപ്പെടും. സമൂഹത്തിന് മുന്നിൽ അവരെന്നും പരിഹസിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും നീ മനസ്സിലാക്ക്. ഇന്നുവരെ എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പകരം ഞാൻ എല്ലാവരും വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ. എനിക്കറിയാം എന്റെ മായയും നന്ദുമോളെ നീ നന്നായിട്ട് നോക്കുമെന്ന്. നിന്നെപ്പോഴും അനിയത്തിയുള്ളതാണ് ഏട്ടന്റെ ഭാഗ്യം. സേതുവേട്ടൻ ഇതെല്ലാം പറയുന്നത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ? എന്നാ കേട്ടോ, എത്രയും വേഗം ഈ കേസിൽ നിന്നും സേതുവേട്ടനെ ഞാൻ മോചിപ്പിക്കും. സേതുവേട്ടനിപ്പോ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ധ്രുവന്റെ ബോഡി കിട്ടാത്ത സ്ഥിതിക്ക് അന്വേഷണം എവിടെ എത്താൻ പോകുന്നില്ല. ഇല്ല സൂര്യ, ഏത് സമയം ധ്രുവന്റെ മരണം പുറലോകം അറിയും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ പിന്നെ ഉറപ്പായിട്ടും ഭാവനയും ഭാവനയും പോലീസ് കൊണ്ടുപോകും. ഇതാവുമ്പം എന്നിലൂടെ തന്നെ കേസ് അവസാനിപ്പിക്കും. പിന്നെ എന്റെ നന്ദുമോടെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു വിഷമമുള്ളൂ. ഞാനൊരു കൊലപാതകയാണെന്ന് ഒരിക്കലും എന്റെ മോളറിയാൻ പാടില്ല. ദൂരെ എവിടെയും ജോലിക്ക് പോയാന്ന് അവളോട് പറയാവും. അല്ലെങ്കിൽ അവൾക്ക് താങ്ങാൻ പറ്റത്തില്ല. ഏട്ടാ, ഏട്ടനിപ്പോ ആവശ്യമില്ലാത്ത മുൻവിധികളൊന്നും എടുക്കണ്ട. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇപ്പൊ ചെയ്യേണ്ട എന്താന്ന് ഞാൻ പറയാൻ മോളെ. നീ അമ്മയെ സമാധാനപ്പെടുത്ത, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക. നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാനിങ്ങനെ തീരുമാനം എടുത്ത നീ പറയണം. നിനക്ക് വേണ്ടി അമ്മയും പോലീസ് സറണ്ടർ ആകാൻ തീരുമാനിച്ചല്ലേ? അപ്പൊ പിന്നെ അമ്മയ്ക്കിത് മനസ്സിലാവും. സേതുവേട്ടൻ വെറുതെ ആവശ്യമില്ലാത്ത കണക്കുകൂട്ടലൊന്നും നടത്തണ്ട. ധ്രുവന്റെ മരണത്തിന് പിന്നിൽ നമ്മൾ അറിയാത്ത മറ്റെന്തോ കാരണം കൂടിയുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെ. അതുകൊണ്ട് ആരെങ്കിലും ചോദിച്ചാൽ എസ് പി സേതുവേട്ടനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയ കുറ്റം സമ്മതിപ്പിച്ചെന്ന് പറയണം. അതൊന്നും വേണ്ട സൂര്യ. എപ്പോഴായാലും ഈ കേസ് ഭാവനയ്ക്കും ഭാനുവിനും തലവേദന തന്നെയായിരിക്കും. അപ്പൊ പിന്നെ ഇങ്ങനെ ഈ കേസ് അവസാനിക്കട്ടെ. എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്തായാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം.
ഏട്ടാ അതിന് ഞങ്ങൾ അനുവദിച്ചിട്ട് വേണ്ടേ? നോക്കുമോളെ, നീ വെറുതെ ഇവിടെ വാശിയൊന്നും കാണിക്കണ്ട. ഇനിയെങ്കിലും നീ സന്തോഷത്തോടെ ജീവിക്കണം. സൂര്യ നീയും ഭാര്യ ഭർത്തക്കന്മാരെ ജീവിക്കുന്ന എനിക്ക് കാണണം. നീ പോയി ഭാനുവിനെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണം. നിന്റെ ആഗ്രഹം പോലെ അവളെ ഒരു ഡോക്ടറാക്കണം. എന്നാലേ നമ്മുടെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടത്തുള്ളൂ. അറിഞ്ഞോ അറിയാതെ ഞാൻ ചെയ്ത പാപങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരാൻ തിരുപ്പതി പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ എന്നിൽ നിന്ന് സംഭവിച്ച ഏതോ ഒരു പാവത്തിന്റെ ശിക്ഷയായിരിക്കും ഈ കുറ്റസമ്മതം. സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. സേതുവേട്ടനെ കൃത്യമായി ലോക്ക് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നിൽ വ്യക്തമായി എന്തോ ചില കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് വേണം ആദ്യം കണ്ടുപിടിക്കാൻ. കാരണം ഞാൻ തന്നെ സൂര്യ. ഞാൻ കുറ്റം സമ്മതിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ കേസിനൊരു അവസാനം ഉണ്ടാവും. അതിനു വേണ്ടിയാ സേതുവേട്ടനെ ബുദ്ധിപൂർവ്വം കസ്റ്റഡിയിലെടുത്തത്. എന്ത് പറഞ്ഞിട്ട് സേതുവേട്ടൻ അവർ കസ്റ്റഡിയിലെടുത്തത്? അന്ന് ശിവറാമിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കള്ളനോട്ടിനെ കുറിച്ച് സംസാരിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഇവിടെ വന്നതിന് ശേഷമായി എന്തിനു വേണ്ടിയാ കൊണ്ടുവന്ന് മനസ്സിലായത്. ശരിക്കും ബുദ്ധിപൂർവ്വം തന്നെ സേതുവേട്ടനെ SP കുരുക്കിയത്. അതെ സൂര്യ, അവരെന്തോ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയായിരുന്നു SP സാറിന്റെ നീക്കം. എന്തായാലും ഒരു കരുതൽ നല്ല സേതുവേട്ട. ഞാൻ ആദ്യം അന്വേഷിക്കുന്ന ഒന്ന് കാണട്ടെ. അത് വേണ്ട സൂര്യ, അവർക്കിപ്പോ വേണ്ടത് ഒരു പ്രതിയാ. ഞാൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് എന്റെ തീരുമാനം. എന്താ സേതുവേട്ട ഇത്? സേതുവേട്ട എന്താ ഭാവന? ഏട്ടനോട് സംസാരിച്ചോ? എന്ത് പറഞ്ഞു പുന്നാരേട്ടൻ? എന്തായാലും ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ആത്മബന്ധം ഞാൻ കണ്ടു. സത്യം പറഞ്ഞ നിരപരാധിയായ ചെറുപ്പക്കാരന്റെ സങ്കടവും വിഷമവും കണ്ടിട്ട് ഞാൻ ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം? നോക്ക് ഭാവന, ഇന്നു മുതൽ 5 ദിവസം കോടതി അവധിയാ. അതുവരെ ഭാവനയ്ക്ക് ആലോചിക്കാൻ സമയമുണ്ട്. ആലോചിക്കും. എന്നിട്ട് യഥാർത്ഥ സത്യം എന്താണെന്ന് തുറന്നു പറയും. സ്വന്തം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന ഏട്ടനെയാണോ ഭാവനയ്ക്ക് ഇഷ്ടം? അതോ 4 ചുവരുകൾക്കുള്ളിൽ സ്വന്തം മകളെയും കുടുംബത്തെ ഓർത്ത് അഴിക്കുള്ളിൽ കിടക്കുന്ന ഏട്ടനെ കാണാനാണോ ഭാവനയ്ക്ക് ഇഷ്ടം? പോയി നല്ലോണം ആലോചിക്കും. മോളെ, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാൻ പോകണ്ട. തെറ്റിയത് ഞാനാ. അപ്പോൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ട ഞാൻ തന്നെയാ. നീ പോ സൂര്യ, പോ. സൂര്യ, അവിടെ അങ്ങോട്ട് പോകാൻ നോക്ക്. SP സാർ ഈ പറയുന്നൊന്നും ഗൗരവമായിട്ട് എടുക്കാൻ നോക്കണ്ട. ശിക്ഷ തെറ്റിയുന്നവർക്കുള്ള അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. ഭാവന, നീ വാ. ഇനി ഇവിടെ നിൽക്കില്ല.